അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, റിവിഷൻ ചെയ്യാൻ പോകുന്നത് താരിഖിലെ ഒന്നാമത്തെ പാഠം. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട കൊച്ചുമകൻ. ഹിജ്റ 3-ാം വർഷം റമളാൻ മാസത്തിൽ മദീനയിലാണ് ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. പിതാവ് അലി റളിയല്ലാഹു അൻഹുവും മാതാവ് ഫാത്തിമ ബീവിയുമാണ്. ഹിജ്റ 49-ൽ വിഷബാധയേറ്റ് ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്തായി. ഖബർ ജന്നത്തുൽ ബഖയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്നും ഒരു 4 മാർക്ക് 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ആമുൽ ജമാ, ഐക്യവർഷം എന്നാൽ എന്ത്? ഹിജ്റ 40-ൽ അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ കൂഫയിലെ ജനങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന ഡമസ്കസിലെ അന്നത്തെ ഗവർണർ മുആവിയ അകലം പാലിക്കുകയും യുദ്ധത്തിനുള്ള സാഹചര്യം ഇരുണ്ടുകൂടുകയും ചെയ്തു. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം മുആവിയയ്ക്ക് വിട്ടുകൊടുത്തു. ഇതിനെയാണ് ആമുൽ ജമാ, ഐക്യവർഷം എന്നറിയപ്പെടുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം സന്തോഷിക്കുകയും കുട്ടിക്ക് മധുരം നൽകുകയും ഹസൻ എന്ന് പേര് വിളിക്കുകയും 7 ദിവസം കഴിഞ്ഞപ്പോൾ അക്കീക്കത്തറുക്കുകയും മുടിയുടെ തൂക്കം അനുസരിച്ച് വെള്ളി ദാനം ചെയ്യുകയും ചെയ്തു. ഹസൻ റളിയല്ലാഹു അൻഹു നബിയോട് വളരെ ശാരീരിക സാമ്യം ഉള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബുഹു. അല്ലാഹുവേ, ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു, ഇവനെ നീയും ഇഷ്ടപ്പെടണമേ. 2 മിനിറ്റ് കൊണ്ട് നമ്മളെന്തായി, ഒന്നാമത്തെ പാഠം വളരെ നന്നായി പഠിച്ചു. നമുക്കിനി ചോദ്യോത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാപിതാക്കൾ ആരാകുന്നു? ഉത്തരം, പിതാവ് അലി റളിയല്ലാഹു അൻഹുവും മാതാവ് ഫാത്തിമ ബീവിയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഏത് വർഷം, ഏത് മാസം? ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജ്റ 3-ാം വർഷം റമളാനിൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു ആര്? കൂഫയിലെ ജനങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. നാലാമത്തെ ക്വസ്റ്റ്യൻ, ആമുൽ ജമാ എന്നറിയപ്പെടുന്ന വർഷം ഏത്? ഹിജ്റ 40. ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം ഏത്? ഹിജ്റ 49. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ജന്നത്തുൽ ബഖയിൽ. ഇനി അടുത്തത് വിവരിക്കാൻ 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ നബി തങ്ങൾ എന്തെല്ലാം ചെയ്തു? ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ അധികം സന്തോഷിക്കുകയും കുട്ടിക്ക് മധുരം നൽകുകയും ഹസൻ എന്ന് പേര് വിളിക്കുകയും 7-ാം ദിവസം അക്കീക്കത്ത് അറുക്കുകയും ചെയ്തു. ഇനി അടുത്ത ചോദ്യം, ആമുൽ ജമാ എന്നാൽ എന്ത്? ഹിജ്റ 40-ൽ അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ കൂഫയിലെ ജനങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന ഡമസ്കസിലെ ഗവർണർ അകലം പാലിക്കുകയും യുദ്ധത്തിനുള്ള സാഹചര്യം ഉരുണ്ടുകൂടുകയും ചെയ്തു. ഇത് ഒഴിവാക്കാൻ ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം മുആവിയയ്ക്ക് വിട്ടുകൊടുത്തു. ഇതിനെയാണ് ആമുൽ ജമാ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പൂരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം ഹിജ്റ 3-ാം വർഷം റമളാനിൽ. പിതാവ് അലി റളിയല്ലാഹു അൻഹു, മാതാവ് ഫാത്തിമ ബീവി. മരണം ഹിജ്റ 49-ൽ. ഖബർ ജന്നത്തുൽ ബഖയിൽ. അപ്പോൾ നമ്മളെ ഈ ക്വസ്റ്റ്യൻ ഈ 4 മിനിറ്റ് കൊണ്ട് നമ്മൾ താരീഖിലെ 1-ാമത്തെ പാഠം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കുകയും നന്നായി വോയിസ് കേൾക്കുകയും കുറച്ച് ചെറിയ ഷോർട്ട് നോട്ടുകളൊക്കെ തയ്യാറാക്കി ഇത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ 2021-ലും 2022-ലും 2023-ലുമായിട്ട് നമ്മുടെ ഈ പാഠങ്ങളിൽ നിന്നും 7ഓളം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിലവിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാഠത്തിൽ നിന്നും പൊതുപരീക്ഷയ്ക്ക് 7ഓളം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തയ്യാറാവുകയും ഈ പാഠം നന്നായി ഫസ്റ്റത്തെ 2 മിനിറ്റ് നന്നായി മനസ്സിലാക്കി അതുപോലെ തന്നെ മനഃപ്പാഠമാക്കുവാനും മനസ്സിലാക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.